ഇന്ത്യ പാക് അതിർത്തിയിൽ ഇന്ത്യ ജാമറുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് പാക് വിമാനങ്ങളുടെ നാവിഗേഷൻ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നതിനാണ് ജാമറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ ഇപ്പോൾ അധിനിവേശ കാശ്മീരിലുള്ള സ്കൂളുകളും കോളേജും അടച്ചിടാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിലുള്ള സർക്കാർ കെട്ടിടങ്ങൾക്കും ഒപ്പം തന്നെ സൈനിക ഓഫീസുകൾക്കുമൊക്കെ ഈ നിർദ്ദേശം ബാധകമാണ്. സർക്കാർ ഓഫീസുകൾ അടച്ചിടാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകും. അത് പാക് അധിനിവേശ കാശ്മീരിലായിരിക്കും. പ്രത്യേകിച്ച് ഈ പാക് അധിനിവേശ കാശ്മീരിൽ സാധാരണ ഭീകരർ ഈ ആശുപത്രികളും സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ചാണ് അവരുടെ ഗോഡൌണും മറ്റുമൊക്കെ ആയുധങ്ങളും മറ്റുമൊക്കെ സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ ആക്രമണങ്ങൾ ഭയന്നായിരിക്കും സ്കൂളുകളും കോളേജുകളും മറ്റുമൊക്കെ അടച്ചിരിക്കുന്നത്. ഏതായാലും കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ കാശ്മീരിൽ ഇപ്പോൾ ഭീകരർക്കായുള്ള തെരച്ചിൽ, അനന്തനാഗിലെ തെരച്ചിൽ 72 മണിക്കൂർ കൂടി തുടരാനാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസിനടക്കം ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും. ഏതായാലും അതീവ ജാഗ്രതയിൽ പാകിസ്ഥാൻ മുൻപോട്ട് പോകുമ്പോൾ ഇന്ത്യയുടേതായ സൈനിക മുന്നേറ്റങ്ങൾ ഇല്ലെങ്കിൽ സൈനികപരമായ നീക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ അവസാന നിമിഷത്തിലേക്ക് കടക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.